ചൂരപ്പടവ് കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ഹൈക്കോടതി ഇടപെട്ട് നിർത്തിവച്ചതായി ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അലക്ഷ്യമായി സൂക്ഷിക്കുന്നത് പറമ്പിൽ നിന്നും വലിയ നിലയിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത്. ആ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത പാടെ ഞങ്ങൾ ADM-നെയും ജില്ലാ ഭരണകൂടത്തെയൊക്കെ സമീപിക്കുകയും യഥാർത്ഥത്തിൽ അവർ ഈ സ്ഫോടക വസ്തു പിടിച്ചെടുത്ത പുറകെ തന്നെ ADM അവരുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കേണ്ടതാണ്. പക്ഷേ ADM എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കാൻ സന്നദ്ധമായില്ല. പിന്നീട് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ അവരുടെ ചൂരപ്പടവ് ക്വാറിയുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. ആദ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും അത്യന്തം അപകടകരമായ സാഹചര്യത്തിലാണ് ക്വാറി ഉള്ളതെന്നും ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ പഞ്ചായത്തംഗങ്ങളായ KM ഷാജി, KP സുനിത എന്നിവരും KS ദിനേഷ് കുമാർ, RK പത്മനാഭൻ, ജോസ് പൂവത്തുമൂട്ടിൽ, KM രാജേന്ദ്രൻ എന്നിവർ അറിയിച്ചു. പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, നേതൃത്വം വഹിച്ച പഞ്ചായത്ത് മെമ്പർ, പാർട്ടിയുടെ നേതാക്കന്മാർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ചൂരപ്പടവ് നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ആ ക്വാറിയുടെ പ്രവർത്തനം നിലയ്ക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പം വയനാട്ടിലടക്കം വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂരപ്പടവിലും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാൻ പറ്റുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ ക്വാറിയുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആ ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിന് വേണ്ടി അതിൻ്റെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്.